വിജയൻ്റെ ഈ വളർച്ചയൊന്നും അച്ഛന് കാണാൻ പറ്റിയില്ലല്ലേ? അത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം അച്ഛന് എന്നെ ക്യാമ്പിൽ കൊണ്ടാക്കുന്ന അച്ഛനാണ്. അപ്പോൾ നമ്മുടെ അവിടെ സന്തോഷ് ട്രോഫി പിന്നെ സന്തോഷ് ട്രോഫി നടക്കുമ്പം ചാക്കോൾ ട്രോഫി നടക്കുമ്പം അച്ഛൻ്റെ കൂടെ പോക്ക്. അച്ഛന് ഇപ്പോൾ ഫുട്ബോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ഞാനൊരു IMVനായത് കാണാനുള്ളൊരു സന്ദർഭം ഞാൻ എന്താണെന്ന് അച്ഛനെ ഒന്ന് കാണിച്ചു. ആ ഒരു സന്ദർഭം കിട്ടിയില്ല എനിക്ക്. കാരണം അച്ഛപ്പയും മരിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. അച്ഛന് ഒരുപക്ഷെ ഒരു വായിക്കാൻ അറിയാവുന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ മരിക്കില്ലായിരുന്നു വിജയൻ എവിടെ പറഞ്ഞായിട്ട് എനിക്ക് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ റേഷനറി മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ റേഷൻ കാർഡ് എടുത്ത് പോയത് 2 റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിലെ റേഷൻ കാർഡ് ഉണ്ടായിരുന്നു. റേഷൻ കാർഡ് എടുത്ത് പോയത് തെറ്റി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് അടിക്കുള്ള റേഷൻ കാർഡ് എടുത്ത് പോയി അരി മേടിച്ച് മടങ്ങി വരുന്ന സമയത്താണ് അച്ഛൻ സൈക്കിളിലായിരുന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ഒരു ബസ് വന്ന് വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഒരു ടേണിംഗ് ആയിരുന്നു. ഞങ്ങളുടെ അവിടെ തന്നെ ചെറുമുക്ക് അമ്പലത്തിൻ്റെ അവിടുത്തെ ടേണിംഗ് ആയിരുന്നു. അത് ക്ലീനറായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു, പഠിക്കായിരുന്നു. അത് തട്ടി അപ്പം തന്നെ വേറെ ഇഞ്ചുറി ഒന്നുമില്ല, പക്ഷെ തലടിച്ച് തലയടിച്ചു. അന്ന് വിജയൻ എത്ര വയസ്സുള്ളത്? ഞാൻ ക്യാമ്പിലാണ്. ക്യാമ്പിലായിരുന്നു. ചെറിയ കുട്ടിയാണ് ഞാൻ. അപ്പം അന്ന് ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ട്, അപ്പം അമ്മ അച്ഛനും അവിടെയാണ് പണിക്ക് പോകണം. ഒരു അനിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണഭവൻ, ഇപ്പോൾ കൃഷ്ണഭവൻ ഓമന കാഫ് എന്ന് പറയാമെന്ന്, അവിടെയാണ് അമ്മയും അച്ഛനും ജോലിക്ക് പോകണ്ടായിരുന്നത്. അപ്പോൾ അനിയേട്ടനാണ് അന്ന് അവിടെ ഞങ്ങളുടെ അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ ഉണ്ടായി. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഇതും നോക്കിയതും അനിയേട്ടനാണ്. അപ്പോൾ അവിടെയാണ് അമ്മയും അച്ഛനും റെഡിക്കും ജോലിക്ക് നിന്നു പറഞ്ഞു. ഒരു മൂപ്പരുടെ പുരയിടത്തിലാണ് നമ്മുടെ ജോലിയായിരുന്നു. അച്ഛൻ ഹോട്ടലുണ്ട്, അവർക്ക് ഹോട്ടലുണ്ട്. അപ്പം അച്ഛൻ അവിടുത്തെ ഹോട്ടലിലെ ജോലിയും ഇതൊക്കെ നോക്കാം. പിന്നെ പാടത്തുള്ള പണിയും അമ്മ ഞാറാടാനും കൊയ്യാനും, അങ്ങനെ കൊയ്യാനും ഞാറാടാനൊക്കെ ഞാൻ കുറേ പോയിട്ടുണ്ട് അവിടെ. വിജയൻ അപ്പം ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്നു, ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് പ്രാവശ്യം 5 വർഷം തന്നെ പഠിക്കുന്നു. അങ്ങനെ എവിടം വരെ എത്തി? 8-ലെത്തിയ? 8-ൽ പകുതി വരെ പഠിച്ചോളൂ. 8-ലെത്തി. 17 വയസ്സായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ 8ന്റെ പണി കിട്ടി എന്നൊക്കെ നമ്മൾ ആൾക്കാർ പറയും. ഇത് 8:30 പണിയായി പോയി. ഇത് 8:30യുടെ പണിയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അതൊക്കെ ഒരു ഭാഗ്യമാണ് ചേട്ടാ. കാരണം പഠിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ ജോലി കിട്ടി. പഠിക്കാൻ മോശമായിരുന്നു, പക്ഷേ ഞാൻ കളി മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുമായിരുന്നു. കാരണം സെവൻസ് കളി ഭയങ്കരമായിട്ട് നടക്കുന്ന സമയം. അപ്പോൾ ഞാൻ ടീച്ചർ ക്ലാസ്സിൽ, അപ്പോൾ ഞാൻ ടീച്ചറോട് അന്നും കളിക്കായിരുന്നു, സെവൻസ് കളിക്കായിരുന്നു. അപ്പോൾ അന്നൊക്കെ പോകുമ്പോൾ 20 രൂപ 30 രൂപ കിട്ടും. അപ്പോൾ ലാസ്റ്റ് പീരീഡ് ആണുമ്പോൾ ഞാൻ ടീച്ചർ വെച്ചിട്ട് പൊക്കോ എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ടീച്ചറിനെ അറിയാം കാശ് കിട്ടും എന്ന് പറയാം, കുറച്ച് കാശ് കിട്ടും കളിക്കാൻ. 20 കിട്ടട്ടെ. ആ സമയത്ത് 20 രൂപക്ക് നല്ല പൈസ ആണല്ലോ സാറേ. അപ്പോൾ കളിക്കേണ്ട ഇൻട്രസ്റ്റും അങ്ങനെ പോയി. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ സ്റ്റേറ്റ് കളിച്ചു. 8-ൽ പഠിക്കുമ്പോൾ ഞാൻ സീനിയർ ഡിസ്ട്രിക്ട് കളിച്ചു. സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടൊരു ചെക്കൻ കാശ്മീർ പോണതും ഡൽഹി പോണതും ഒക്കെ ആദ്യമായിട്ടൊരു ചെക്കനാവുന്നുണ്ട് കളിക്കുന്ന ബേസിൽ. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്നാണ് എനിക്ക് കുറേ സാധനം, ഷർട്ട്, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നു. സ്കൂളിൽ നിന്ന് ഈ ടീച്ചറെ കെയർ ഓഫിൽ മാഷ്മാരോട് പറഞ്ഞിട്ട് അവർ പിരിവിട്ടിട്ട് മേടിച്ചു തന്നിട്ടുള്ള ഷർട്ട്, അങ്ങനത്തെ ഷർട്ടും ഇതൊക്കെ മേടിച്ചു തന്നിട്ടുള്ള മുണ്ട്, പാൻ്റൊക്കെ ആദ്യമായിട്ട് അവിടെ നിന്ന് മേടിച്ചു തന്നിട്ട്. വിജയൻ്റെ കഴിവുകൾ ആ സ്കൂൾ അംഗീകരിച്ചുകൊണ്ടാണ് വിജയൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സ്കൂളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം.